അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങളൊന്ന് ജസ്റ്റ് മൂവാറ്റുപുഴ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും നാത്തൂനാണ് പോയത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വരുന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഒരു ഫസ്റ്റ് ഘട്ട പർച്ചേസിങ് കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ട പർച്ചേസിങ്ങിന് പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ജ്വല്ലറീസും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ജ്വല്ലറി കടയിൽ കയറിയിട്ട് ഒരു ലോക്കറ്റ് എടുത്തു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ മാളിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുഞ്ഞിക്കൊരു ഡ്രസ്സ് എടുക്കണം, അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഈസി ബൈയിൽ കയറി, അവിടെ നല്ലൊരു ഉടുപ്പ് കണ്ടു, പക്ഷേ നമ്മൾ എടുത്തില്ല, പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ തന്നെ വേറെ കട കയറിയിട്ട് എന്തോ ഒരുപാട് കളക്ഷൻ ഉണ്ട്, പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. പിള്ളേരുടെ ഡ്രസ്സിന് അല്ലെങ്കിൽ റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നല്ലൊരെണ്ണം നോക്കി സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ നേരെ വിട്ടത് നമ്മുടെ ഡാസ്ലേഴ്സിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓർണമെൻറ്റ്സ്, മാലയും കമ്മലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ സാരിക്ക് മാച്ച് ചെയ്ത മാലയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കളക്ഷനിൽ നിന്നൊക്കെ ഞങ്ങൾ ഏതെടുത്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിന് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു സ്ക്രാച്ച് കാർഡ് തന്നു കേട്ടോ. അത് നമ്മൾ ഉറച്ച് നോക്കിയപ്പോൾ എന്താ, എല്ലായ്പ്പോഴും കിട്ടുന്ന പോലെ തന്നെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അവിടെയും ഒന്നും കിട്ടിയില്ല. പക്ഷേ ചിലപ്പോൾ കിട്ടാൻ വേണ്ടി നോക്കി പുള്ളിക്കാരൻ എല്ലാ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പരാഗിയിൽ പോയി, പരാഗിയിൽ നിന്ന് ഒരു മെറ്റീരിയൽ എടുത്തു, പത്മാസി കയറി. അത് കഴിഞ്ഞ് പിന്നെ ചൂടൊക്കെ അല്ലേ, ഒരു ജ്യൂസ് കുടിച്ചേക്കാന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഉണ്ണീസ് ബേക്കറി കയറി കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ടയറിന് തീരെ കാറ്റില്ല. പിന്നെ അതും അടിക്കാൻ കയറി. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.